ലോഹിതദാസിന്റെ തിരക്കഥയിൽ മമ്മൂട്ടിയെ നായകനാക്കി ഭരതൻ സംവിധാനം ചെയ്ത സിനിമയാണ് അമരം. മലയാളത്തിലെ എവർഗ്രീൻ ക്ലാസിക്കൽ ചിത്രമായി കണക്കാക്കപ്പെടുന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ പ്രകടനം ഏറെ ചർച്ചയായിരുന്നു. ഇപ്പോൾ പുറത്തിറങ്ങിയ 34 വർഷത്തിനു ശേഷം സിനിമ വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് തിരിച്ചെത്തുകയാണ്. 4K ഡോൾബി അറ്റ്മോസിലാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. ഓസ്ട്രേലിയ ആസ്ഥാനമായിട്ടുള്ള ചലച്ചിത്ര വിതരണ കമ്പനിയായ സൈബൻ സിസ്റ്റംസ് ഓസ്ട്രേലിയയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. 1991 ഫെബ്രുവരി 1 അമരത്തിന്റെ റിലീസ്. മത്സ്യബന്ധന തൊഴിലാളികളുടെ ജീവിത പശ്ചാത്തലത്തിൽ ഇമോഷണൽ ഡ്രാമയായി എത്തിയ അമരം തിയേറ്ററുകളിൽ വലിയ വിജയമായിരുന്നു. 200 ദിവസത്തോളമാണ് ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശനം നടത്തിയത്. മദ്രാസിലെ തിയേറ്ററുകളിൽ 50 ദിവസത്തോളം അമരം നിറഞ്ഞ സദസ്സുകൾ നേടുകയും ചെയ്തു. അതേസമയം മമ്മൂട്ടി ആരാധകരുടെ പക്കലിൽ നിന്ന് നിരാശയുണർത്തുന്ന പ്രതികരണമാണ് ഉയരുന്നത്. രാജമാണിക്യം, മായാവി, ബിഗ് ബി തുടങ്ങിയ മമ്മൂട്ടി സിനിമകളാണ് റിലീസ് ചെയ്യേണ്ടതെന്നും അമരം പോലുള്ള സിനിമകൾക്ക് റിലീസിന് ആളെ കൂട്ടാൻ സാധിക്കില്ലെന്നാണ് പലരും പറയുന്നത്. അമരം നല്ല സിനിമയാണെങ്കിലും റിലീസിന് വേണ്ട എന്നാണ് ചിലരുടെ കമന്റ്. സിനിമയുടെ റിലീസ് ഡേറ്റ് പുറത്തു വന്നിട്ടില്ല. മധു അമ്പാട്ട്, ജോൺസൺ, രവീന്ദ്രൻ, വി വിജയൻ, ലെനിൻ തുടങ്ങിയ മലയാളത്തിലെ എക്കാലത്തെ പ്രതിഭാധരരായ പിന്നണി പ്രവർത്തകർ അണിനിരന്ന ചിത്രം കൂടിയാണ് അമരം. സിനിമയിലെ ഗാനങ്ങൾക്കെല്ലാം എവർഗ്രീൻ സോങ്ങായി ഇന്നും തുടരുന്നു. കൂടാതെ ചിത്രത്തിലെ ഓരോ അഭിനേതാക്കളുടെ പ്രകടനം അവരുടെ കരിയറിൽ ഏറ്റവും മികച്ച വേഷങ്ങളുടെ നിരയിലും ഇടം പിടിച്ചു. ഭാർഗവിയുള്ള പെർഫോമൻസിലൂടെ KPCC ലളിതയ്ക്ക് മികച്ച സഹനടിക്കുള്ള ദേശീയ സംസ്കാര പുരസ്കാരങ്ങൾ ലഭിച്ചു. മുരളിക്ക് സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പട്ടികയിൽ ആ വർഷത്തെ മികച്ച ഛായാഗ്രഹനായത് മധു അമ്പാട്ട്.